നമസ്കാരം. ക്രിസ്മസ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച സയ്യിദ് മുനവർ അലി തങ്ങൾക്ക് നേരെ വിമർശനം. അശാന്തിയുടെ കാലഘട്ടത്തിൽ ലോകത്ത് നടക്കുന്ന അനീതികൾക്കെതിരെ ഏവരും ഒരുമിച്ച് നിൽക്കണമെന്നും അതാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്നീ കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ ആശംസാക്കുറിപ്പിലൂടെ പങ്കുവച്ചത്. എന്നാൽ ഈ ആശംസ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. പോസ്റ്റിന് താഴെ ഇസ്ലാം മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കാനോ ആശംസകൾ നേരാനോ പാടില്ലെന്ന് പറഞ്ഞ് നിരവധി ആളുകൾ തങ്ങളെ വിമർശിച്ച് രംഗത്തെത്തി. വിശുദ്ധ ഖുർആൻ വളരെ ക്ഷണികമായി എതിർത്ത വിശ്വാസമാണ് അതെന്നും അതിനാൽ തന്നെ പടച്ചവന് കുഞ്ഞു പിറന്നു എന്ന് പറഞ്ഞ് മറ്റു മതക്കാർ ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കുകൊള്ളാനോ ആശംസയർപ്പിക്കാനോ യഥാർത്ഥ മുസ്ലിമിന് സാധ്യമല്ല. മതസൗഹാർദ്ദം പരസ്പര ഐക്യത്തിലും കാരുണ്യത്തിലുമാണ് വേണ്ടത്, അല്ലാതെ മതഘോഷങ്ങളിലും ആരാധനകളിലും അല്ല എന്നിങ്ങനെ വേറെയും കമന്റുകളുണ്ട്. പ്രതീക്ഷയുടെ സന്ദേശമാണ് ക്രിസ്മസ്. യേശുദേവന്റെ സ്മരണകൾ പുതുക്കി ക്രിസ്തീയ സഹോദരങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അത് നാടിന്റെ വൈവിധ്യപൂർണമായ സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലുകളാകുന്നു എന്നും ഡിസംബർ മാസത്തിൽ ഉയരുന്ന ക്രിസ്മസ് നക്ഷത്രങ്ങൾ പകരുന്ന ആ സാഹോദര്യത്തിന്റെ സന്ദേശം വളരെ വലുതാണെന്നും മുനവർ അലി തങ്ങൾ പറയുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണിപ്പൂരിലടക്കം ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കാതെ ഈ ക്രിസ്തുമസ് സന്ദേശം പൂർണ്ണമാകില്ലെന്നും തങ്ങൾ അഭിപ്രായപ്പെട്ടു. മനുഷ്യനെ പരസ്പരം അകറ്റുവാൻ ശ്രമിക്കുന്ന എല്ലാ ഛിദ്രശക്തികൾക്കെതിരെയും മനുഷ്യൻ ഒരുമിച്ച് നിൽക്കണമെന്ന സന്ദേശമാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ആധാരമെന്നും അതിനാൽ പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും സന്ദേശം പകർന്ന് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് പറഞ്ഞാണ് മുനവർ അലി തങ്ങൾ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ മുനവർ അലി തങ്ങൾ പറഞ്ഞതുപോലെ സ്റ്റാർ തൂക്കലും പുൽക്കൂടുണ്ടാക്കലും സാന്താക്ലോസിന്റെ വേഷം കെട്ടലും ആശംസ അറിയിക്കലും ഒന്നും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല എന്നാണ് ഒരു ഫേസ്ബുക്ക് ഉപഭോക്താവ് കമന്റ് ചെയ്തത്. ഒരാൾ ഒരു ജനതയെ അനുകരിക്കുന്ന പക്ഷം അവൻ അവരിൽപ്പെട്ടവൻ തന്നെയാണ്. നാം അല്ലാത്തവരെ അനുകരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. നിങ്ങൾ യഹൂദരെയും ക്രിസ്ത്യാനികളെയും അനുകരിച്ച് പ്രവർത്തിക്കരുത് എന്ന പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെന്നും കമന്റിൽ പറയുന്നു. ഒരു മുസ്ലിം മത സൗഹാർദ്ദമല്ല മുറുകെ പിടിക്കേണ്ടതെന്നും മനുഷ്യ സൗഹാർദ്ദമാണെന്നും മറ്റു മതങ്ങളുടെ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും ആശംസ അർപ്പിക്കൽ പാടില്ലെന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര കിതാബുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്നും കമന്റിൽ പറയുന്നു. അതിനാൽ ആശംസ പറയുമ്പോൾ ഇതര മതവിശ്വാസത്തിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നും പരാമർശമുണ്ട്. ഇത്തരത്തിൽ മുനവർ അലി തങ്ങളുടെ ആശംസ സ്വന്തം മതത്തോട് കാണിക്കുന്ന വിശ്വാസ വഞ്ചനയാണ് കാണിക്കുന്നതെന്നും തരത്തിലുള്ള കമന്റുകൾ നീളുന്നു. അതേസമയം പോസ്റ്റിനെയും മുനവർ അലി തങ്ങളെയും പിന്തുണച്ചും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങളിൽ ഇതര മതവിശ്വാസികളും ഒത്തുചേരുന്നത് കേരളത്തിന്റെ പാരമ്പര്യമാണ്. എല്ലാവരും മനുഷ്യരാണ് എന്ന് കരുതുന്ന ആളുകളെയാണ് മനുഷ്യരെ നിങ്ങൾ മതത്തിന്റെ സൂചിമുനമ്പിൽ നിർത്തുന്നത്. ശരിക്കും നിങ്ങളല്ലേ പാപികൾ? ആലോചിച്ചു നോക്കണം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.